അതവരതിൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ. ഞാനതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നില്ല. ഞാൻ ആദ്യം എടുത്ത തീരുമാനമാണ്. ഞാൻ ആരോടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. എനിക്ക് ആരെക്കുറിച്ചൊരു പരാതിയില്ല. KPC നിയോഗിച്ച കമ്മിറ്റിയാണ് അവരുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോട്ടെ. തീർച്ചയായിട്ടും അന്തർധാരയാണെന്ന് സംശയമില്ലല്ലോ. അതായത് ഒരു കമ്മീഷണർ വിചാരിച്ചാൽ ഒരു പൂരം കലക്കാൻ കഴിയില്ല. അത് കലക്കാൻ സർക്കാർ കൂട്ടുനിന്നു. ഒരു മന്ത്രി അതിന് മൂകസാക്ഷിയായിട്ട് രാജിന് നിൽക്കേണ്ടി വന്നു. അന്ന് തന്നെ തിരക്കഥ പൂർത്തീകരിച്ചിരുന്നു. അതിന് പുറമെയാണ് 56,000 വോട്ടർമാരെ ചേർത്തപ്പോൾ അതിന് CPMൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നു. അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ അന്തർധാരയായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ BJPക്ക് ഒരു MP ഉണ്ടായി. ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം മത്സരിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഒരു പരാജയം സംഭവിച്ചതെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് അറിയിച്ചത്. അത് കേരളത്തിലെ CPMന് നിലപാടില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ കോൺഗ്രസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ച് നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും അദ്ദേഹത്തിന് വ്യക്തിഹത്യ നടത്താനും മുഖ്യമന്ത്രി തയ്യാറായതിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയ ശിക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം. അതായത് CPMൻ്റെ ജില്ലാ കമ്മിറ്റികളിൽ നടന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ചാർജ് ഷീറ്റ്. പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ചാർജ് ഷീറ്റാണ് കേരളത്തിലെ 14 ജില്ലകളിലും നടന്ന CPMൻ്റെ ജില്ലാ കമ്മിറ്റികളുണ്ടായ വിമർശനങ്ങൾ. അപ്പോൾ അത് തന്നെയാണ് പരാജയത്തിൻ്റെ കാരണം, അല്ലാതെ വേറെ കാരണം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. അതായത് പാലക്കാടിനെ കുറിച്ച് ചില മിഥ്യാധാരണകൾ ചില മാധ്യമങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. BJPക്ക് ചാൻസ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. പാലക്കാട് വിജയിക്കുന്നത് UDF ആണ്. കാരണം മറ്റൊന്നുമല്ല, BJPക്ക് പാലക്കാട് നഗരസഭയിൽ മാത്രമേ മുൻതൂക്കമുള്ളൂ. പിരാഗി പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും മത്സരം UDF LDF ആയിട്ടാണ്. പക്ഷേ നഗരസഭയിൽ കിട്ടുന്ന ചെറിയൊരു ലീഡാണ് BJPയെ 2ാം സ്ഥാനത്ത് എത്തിക്കുന്നത്. തല കുത്തി ഇരുന്നാലും BJP 1ാം സ്ഥാനത്തേക്ക് വരില്ല. നിങ്ങൾ എഴുതി വെച്ചോ റിസൾട്ട് വരുമ്പോൾ. ഒരു കാരണവശാലും BJP ജയിക്കില്ല. ഇടതുപക്ഷം ഒന്നും കൂടെ മനസ്സ് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ 2ാം സ്ഥാനത്തെത്താം. ഒരു കാരണവശാലും UDF പാലക്കാട് തോക്കില്ല, ഏത് സ്ഥാനാർത്ഥി വന്നാൽ. പാലക്കാട് അവരുടെ വോട്ട് ഷെയർ കുറയാണ്ടായത്. ശ്രീധരന് കിട്ടിയ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയിട്ടില്ല. പാർലമെൻറ്റിൽ അസംബ്ലിയിൽ 3800 വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ചതെങ്കിൽ 9700 വോട്ടാണ് ശ്രീകണ്ഠൻ്റെ ലീഡ് പാലക്കാട് അസംബ്ലിയിൽ മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാലക്കാട് UDFൻ്റെ ഒരു ഉറച്ച സീറ്റാണ്. ഞാൻ പറഞ്ഞത് LDF ഒന്നും കൂടെ നല്ല സ്ഥാനാർത്ഥിനെയൊക്കെ നിർത്തിയൊന്ന് ഫൈറ്റ് ചെയ്താൽ അവർക്ക് 2ാം സ്ഥാനത്തെത്താം. ജയിക്കുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾക്ക് 1ാം സ്ഥാനം ഉറപ്പാണ്. ഈ ചളിക്കുണ്ടിൽ താമര വിരിയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് CPMൻ്റെ ജില്ലാ കമ്മിറ്റിയാണ്. അവരെപ്പോഴും UDF ജയിക്കുന്നല്ല പറയുന്നത്. അവർ പറയുന്നത് ഈ മേയറുടെയും ഭരണസമിതിയുടെയും കുറ്റം കൊണ്ട് ഇവിടെ BJPയുടെ വിജയസാധ്യതയുണ്ട്. അപ്പോൾ ഇത് BJPക്ക് പാലം തുറന്നു കൊടുക്കുകയാണോ? ഞങ്ങൾ പറയുന്നത് ഞങ്ങളാ ജയിക്കുകയാണ്. അല്ല, അത് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം പാർട്ടിക്കാരെ വിമർശിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല.